നമ്മുടെ ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. കാരണം പത്തനംതിട്ട സജീവമാകുക എന്നുള്ളത്, പത്തനംതിട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സജീവമാകണം. അപ്പം ഇത് കുറച്ച് നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ വലിയ ലോക മാതൃകകളുണ്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ പോലെയുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു കാര്യം നമുക്ക് ആരംഭിക്കാം. ഈ വർഷം നിൽക്കുന്നതല്ല, എല്ലാ വർഷങ്ങളിലും തുടർന്നു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗ്രാൻഡ് പത്തനംതിട്ട ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈ ഒരു സമയത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ കടകളിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങുക, നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് അവർ ആഹാരം കഴിക്കുക, അങ്ങനെ പത്തനംതിട്ട സജീവമാകുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. 45 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. ഈ 45 ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റമദാൻ മാസമാണ്. അതുപോലെ ഇപ്പോൾ നോമ്പ് ഉണ്ട്, ഇപ്പോൾ പെരുന്നാൾ വരുന്നു, ഈസ്റ്ററുണ്ട്, വിഷു വരുന്നു. അപ്പോൾ ഒരു ആഘോഷങ്ങളുടെയൊക്കെ ഒരു സമയം, ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂപ്പൺ ലഭിക്കും. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ കൂപ്പൺ ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ബമ്പർ പ്രൈസായിട്ടൊരു കാർ നൽകുക എന്നുള്ളതും കൂടാതെ വീക്കിലി നമുക്കൊരു നറുക്കെടുപ്പ് നടത്തുക എന്നുള്ളതും. അതോടൊപ്പം പത്തനംതിട്ട അങ്ങനെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ട് മാറട്ടെ. ഇപ്പോൾ നമ്മുടെ സ്റ്റേഡിയം ഉദ്ഘാടനമാകുമ്പോൾ, സ്റ്റേഡിയം കൊണ്ടുവരുന്നതിന് കായികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ടൗണിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ടൗൺ എങ്ങനെ സജീവമാക്കണം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ ഇത്. കാരണം രാത്രി ഇവിടെ പരിശീലനത്തിന് ആൾ വരും, നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഉപയോഗിക്കും, നീന്തൽ കുളങ്ങൾ ഉപയോഗിക്കും, രാത്രി നടക്കുന്നവരുണ്ടാവും, കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഇവിടേക്ക് ആളുകൾ വരും, ഇവിടെ അപ്പാർട്ട്മെൻറ്റുകൾ എടുക്കും, വീടുകൾ എടുക്കും. അപ്പോൾ അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻറ്റുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹോട്ടലുകൾ ഇവിടെ ഉണ്ടാകണം, താമസ ഇടങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട്, പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് ഇവിടെ ക്രമീകരണങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഫേസ് ആയിട്ടുണ്ട്. ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ പൂർണ്ണമായിട്ടും സെക്കൻഡ് ഫേസും, ഇൻഡോർ സ്റ്റേഡിയമാണ് സെക്കൻഡ് ഫേസ്, അത് നമുക്ക് യാഥാർത്ഥ്യം ആക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ സംരംഭത്തിൽ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ഒരു പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ചർച്ചകൾ നടത്തി ഒന്നിച്ചു നിന്ന്, ഇത് പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പത്തനംതിട്ടയാണ്, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം, പത്തനംതിട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പത്തനംതിട്ടയിലെ പ്രിയപ്പെട്ട എല്ലാവരും, കൺസ്യൂമേഴ്സും അതുപോലെ വ്യാപാരികൾക്കും പത്തനംതിട്ടയിലെ വ്യാപാര മേഖലയിൽ ഉണർവുണ്ടാക്കുന്നതിനുള്ള ഈ ഒരു വലിയ പദ്ധതി, പരമാവധി എല്ലാവിധ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. നല്ല വിലക്കുറവുണ്ട്, നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അതുപോലെ നല്ല സമ്മാനങ്ങളും. അപ്പോൾ വ്യാപാരത്തിൻ്റെ ഒരു ഉത്സവമായി, ഒരു ഉത്സവമേളയായിട്ട് ഇത് മാറുന്നു. പ്രത്യേകമായി എല്ലാ സംഘടനകളോടും ഹൃദയപൂർവ്വമായിട്ട് നന്ദി അറിയിക്കുന്നത്. ഔപചാരികമായിട്ടുള്ളൊരു ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. ഇതിനെയും വ്യാപാര സമൂഹം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ കടകളിലാണ് ഇതിൻ്റെ എല്ലാവിധമായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ്, ഉത്സവമേളങ്ങൾ നടക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഗ്രാൻഡ് പത്തനംതിട്ട ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കേരള ഇനീഷ്യേറ്റീവ് ഫോർ കിഡ്സ് ഓവറോൾ വെൽനസ് എന്നൊരു പ്രോഗ്രാമുണ്ട്, കിക്കോ എന്നുള്ളതാണ്. കുട്ടികളുടെ ആഹാരക്രമം, വ്യായാമം, ആക്ടിവിറ്റി, സ്ക്രീൻ ടൈം, മെൻ്റൽ വെൽബീയിങ്, അതിൻ്റെ മാസ്കറ്റ് ലോഞ്ച് ഇപ്പം നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമതൊരു കാര്യം, കുഞ്ഞുങ്ങൾ, അപൂർവ രോഗങ്ങളുള്ള ബെഡ്രിഡനായിട്ടുള്ള, കിടക്കയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ദീർഘകാല രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയർ എപ്പോഴും പറയുമ്പോൾ പ്രായമായർ എന്നുള്ളതാണല്ലോ നമ്മുടെ സങ്കല്പം. അങ്ങനെ അല്ലാതെ കുഞ്ഞുങ്ങളുമുണ്ട്, കുഞ്ഞു മക്കളും കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാന്ത്വന പരിചരണ ഗൈഡ് ലൈൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് പുറത്തിറക്കുകയാണ്. അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ്റെ പ്രകാശനം കൂടി ഇന്നിവിടെ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം ആദ്യത്തെ കിക്കോ, അതൊരു വലിയ ഇനീഷ്യേറ്റീവാണ്. സ്റ്റേറ്റിൻ്റെ ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതുകൂടി ഔപചാരികമായി നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ
പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ സംസ്ഥാന മാർഗനിർദ്ദേശങ്ങളുടെ പ്രകാശനം ചെയ്ത് സമഗ്രവും കാരുണ്യപൂർവമായ പരിചരണം ലഭ്യമാക്കുന്നതിന് ഈ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ദിശാബോധം